ഈ വീഡിയോയിൽ തുർക്കിയുടെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തുർക്കിയിൽ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികളാണ്. ഈ കാണുന്ന വ്യക്തിയാണ് ഇക്രം ഇമാമോഗ്ലു. ഇയാളുടെ പേരാണ് കേട്ടോ, ഒരു തുർക്കിഷ് നെയിമാണ് ഇക്രം ഇമാമോഗ്ലു, അതാണ് ഇയാളുടെ പേര്. അപ്പൊ ഈ വ്യക്തി നിലവിൽ ഇസ്താൻബുളിന്റെ മേയറാണ്. പക്ഷെ ഇപ്പൊ പുള്ളി ജയിലിലാണ് കേട്ടോ. അപ്പൊ ഇയാൾ ജയിലിൽ പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ തയ്യബ് എർദോഗനാണ്. കാരണം ഈ തയ്യബ് എർദോഗന്റെ പാർട്ടിയും ഈ ഇമാമോഗ്ലുവിന്റെ പാർട്ടിയും തമ്മിലാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത്. ഈ രണ്ടുപേരുടെ അനുയായികൾ ഇത് എന്താണ് സംഭവിച്ചത്, കഴിഞ്ഞ തവണ ഒരു ഇലക്ഷൻ നടത്തിയപ്പോഴത്തേക്കും, അതായത് ഈ സെയിം ഇസ്താൻബുൾ മേയർ ഇലക്ഷൻ ആണ്, അവിടെ ആ ഒരു മേയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തപ്പോഴത്തേക്കും AKP പാർട്ടിയാണ് എർദോഗൻ നിലനിൽക്കുന്ന പാർട്ടി, റൂളിംഗ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇമാമോഗ്ലുവിന്റെ പാർട്ടിയാണ് CHP പാർട്ടി. CHP പാർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇമാമോഗ്ലു നിൽക്കുന്നത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇസ്താൻബുളിന്റെ മേയർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇലക്ഷനുകളിൽ നിരന്തരം ഇയാൾ മത്സരിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ ഈ ഒരു മേയർ ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് 15,000 വോട്ടിന് ഇയാൾ വിജയിച്ചിരുന്നു. പക്ഷേ ഭരണകക്ഷിയായിട്ടുള്ള തയ്യബ് എർദോഗന്റെ പാർട്ടി AKP പാർട്ടി അതിനകത്ത് ഇടപെടുകയും ആ ഇലക്ഷൻ ശരിയല്ല എന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് റീ ഇലക്ഷന് ഓർഡർ ഇടുകയും ചെയ്തു. അതായത് ആ ഇസ്താൻബുളിന്റെ മേയർ സ്ഥാനം ഈ ഇമാമോഗ്ലുവിന് കൊടുക്കാൻ താല്പര്യമില്ല തയ്യബ് എർദോഗന്. കാരണം വേറെ ഒന്നുമില്ല, ഇയാൾ വളർന്നു വരുന്ന ഒരു പവറാണ്. തയ്യബ് എർദോഗനെ കടത്തിവെട്ടുന്ന രീതിയിൽ ഇയാൾക്ക് ആശയങ്ങളുണ്ട്, അതുപോലെ തന്നെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. അത് തയ്യബ് എർദോഗന് ഇയാൾ ഒരു ഭീഷണിയാണ്. തയ്യബ് എർദോഗന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഇയാൾ ഒരു ഭീഷണിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു 15,000 വോട്ട് മാർജിനിൽ ഇയാൾ വിജയിച്ച അയാളെ ആ ഒരു ഇലക്ഷൻ ഇവർ ഇൻവാലിഡ് ചെയ്തിട്ട് വീണ്ടും റീ ഇലക്ഷൻ നടത്തിയ സമയത്ത് ഇയാൾ 8 ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിൽ ഇയാൾ വിജയിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പൊ വീണ്ടും ഇയാള് മേയർ പൊസിഷനിലേക്ക് തന്നെ വരികയാണ്. കുറച്ച് നാൾ ഇപ്പൊ ഇയാൾ മേയറായിട്ട് തന്നെ തുടരുകയാണ് ഇസ്താൻബുളിന്റെ. പക്ഷേ തയ്യബ് എർദോഗൻ ഇതിനോട് താല്പര്യമില്ല. കാര്യം ഈ ഒരു 8 ലക്ഷം വോട്ട് നേടി ഈ ഒരു ഇമാമോഗ്ലു വിജയിച്ചത് കൊണ്ട് തന്നെ തയ്യബ് എർദോഗന് ഇപ്പൊ ബേസ്മെന്റ് വീക്കാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാല് Turkey is collapsing. Thousands, maybe tens of thousands of people have come out in protest after the mayor of Istanbul, Ekrem İmamoğlu, was arrested, scheduled to be announced as a presidential candidate for the opposition party in the next coming days. Right before that could happen though, now this has to be one of the calmest videos I have seen from someone who's about to be arrested. The police had already raided his house and they were inside the house when he's doing this recording. He's just calmly tying his tie. Üzülerek söylüyorum. Milletimizin iradesini... I say with regret that a handful of minds are trying to usurp the will of our nation by abusing the police. The security forces of this country have messed at the door of my home. Homes of 16 million Istanbulites. Hundreds of police are masked. We are facing bullying, but I want you to know that I won't be undaunted. I love you all so much. I entrust myself to my people. Let all our nation know that I will stand upright. Hepinizi çok seviyorum. Ben kendimi milletime emanet ediyorum. I will continue to fight with that. ഇപ്പൊ ഈ CHP പാർട്ടി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പോസിറ്റ് പാർട്ടി, തയ്യബ് എർദോഗന്റെ പാർട്ടി AKP പാർട്ടിയാണ്. ഈ AKP പാർട്ടിയുടെ ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടുള്ള CHP പാർട്ടി, റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി എന്നാണ് ഇതിന് വേറൊരു പേരുണ്ട് ഈ CHPക്ക്. അപ്പൊ ഈ പാർട്ടിക്കാരിപ്പം ഏർലി ഇലക്ഷൻ, അതായത് ഇലക്ഷൻ മുൻകൂട്ടി നടത്താം എന്നാണ് പറയുന്നത്. ഇവർ നിരന്തരം ഈ പാർലമെന്റ് ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇലക്ഷൻ മുൻകൂട്ടി നടത്താം. കാരണം ഈ ഒരു 8 ലക്ഷം ആൾക്കാരുടെ ഒരു പിന്തുണ കിട്ടിയത്, ഈ ഇമാമോഗ്ലുവിന് 8 ലക്ഷം ആൾക്കാരുടെ പിന്തുണ കിട്ടിയത് ആ പാർട്ടിക്ക് തന്നെ ഒരു പുതിയൊരു ഉണർവ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ഈ ഇക്രം ഇമാമോഗ്ലുവിനെ തന്നെ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് നമുക്ക് ഏർലി ഇലക്ഷനിന് പോവാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ നിരന്തരം ഏർലി ഇലക്ഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തയ്യബ് എർദോഗൻ എന്താണ് കളിച്ചത്? തയ്യബ് എർദോഗൻ കളിച്ചത് മഹാവൃത്തികെട്ടൊരു കളിയാണ്. പുള്ളി ഈ ഒരു ഇമാമോഗ്ലുവിന്റെ മേളില് 2-3 ഫേക്ക് കേസുകൾ ആരോപിച്ച് അയാളെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അയാൾ രാവിലെ നേരം വെളുത്ത് ഇങ്ങനെ എണീറ്റപ്പോൾ തന്നെ വീട്ടിന് മുറ്റത്ത് പോലീസ് നിൽക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്ത്, ബുദ്ധിപൂർവ്വം അയാൾ പെട്ടെന്ന് തന്നെ കോട്ടും സൂട്ടും ടൈം ഒക്കെ എടുത്ത് കെട്ടിക്കൊണ്ട് പടപടയം തന്നെ പെട്ടെന്ന് ഒരു മൊബൈൽ എടുത്ത് ഒരു ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഓൺലൈനിൽ എയർ ചെയ്തിട്ട് അയാൾ സറണ്ടർ ആവാൻ പോയി. പെട്ടെന്ന് തന്നെ ഈ ഒരു എന്നെ ഇന്ന കാരണങ്ങൾക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇത് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് പുള്ളി ആ ഫോൺ ഓഫ് ചെയ്തിട്ട് നേരെ പോലീസിൽ പോയി സറണ്ടർ ആയി. പോലീസ് ഇവര് നേരം വെളുക്കുമ്പോൾ പോലീസ് ഇയാളെ പിടിച്ചോണ്ട് പോകുന്നു. ഏതാണ്ട് 8-9 മണിയാകുമ്പോൾ തന്നെ അവിടെ തുടങ്ങി. ആ രീതിയിലുള്ള ക്രൗഡായിരുന്നു അവിടെ. 8 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്ത ഒരു വ്യക്തിയെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇരിക്കുമോ? ആ CHP പാർട്ടി ആയിക്കോട്ടെ, ഇപ്പം തയ്യബ് എർദോഗന്റെ പാർട്ടിയിലുള്ള 1/3 ആൾക്കാർ വരെ ഇപ്പം
ഈ ഇമാമഗ്ലുവിനെ പിന്തുണച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു വെക്കൊണ്ടിരിക്കുകയാണ് തായ്യിബ് എർദോഗൻ. തായ്യിബ് എർദോഗൻ അത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ഇതാണ് യഥാർത്ഥ സിറ്റുവേഷൻ തുർക്കിയിൽ. അപ്പൊ എന്തായാലും അവിടെ ഇപ്പോഴും പ്രൊട്ടസ്റ്റ് തുടരുകയാണ്. കാരണം ഇപ്പോഴും തായ്യിബ് എർദോഗൻ നിലപാടിൽ നിന്നും നിലപാട് മയപ്പെടുത്താൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഇക്രം ഇമാമഗ്ലു എന്ന് പറഞ്ഞ ആ ഒരു ഇസ്താൻബുളിന്റെ മേയറെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തായ്യിബ് എർദോഗന്റെ പൊളിറ്റിക്കൽ ലൈഫിന് ഒരു ഭീഷണി തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അയാൾ റിലീസ് ചെയ്താലും റിലീസ് ചെയ്തില്ലെങ്കിലും ഇമാമഗ്ലു ഇല്ലെങ്കിൽ ഈ CH പാർട്ടി വേറൊരു കാൻഡിഡേറ്റിനെ നിർത്തിക്കഴിഞ്ഞാലും ഇതേ വോട്ട് ഷെയർ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എല്ലാം തീവ്രവാദം തന്നെ. സൊമാലിയയിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. സൊമാലിയയിൽ അറിയാലോ, അൽഷബാബ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടം തീവ്രവാദികൾ അവിടെ ഉണ്ട്. തീവ്രവാദികളില്ലാത്ത സ്ഥലമില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം അമ്മാതിരി തീവ്രവാദികൾ പെറ്റുപെരുകിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ രീതിയിലുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് തീവ്രവാദികൾക്കെതിരെ ഇത്ര ശക്തമായി പ്രതികരിക്കുന്നത് പറഞ്ഞാൽ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. കാരണം ഈ തീവ്രവാദികളാണ് ഏറ്റവും വലിയ ഭീഷണി. അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും തീവ്രവാദം പെരുകിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. സൊമാലിയ ഫോഴ്സസ് എന്നൊരു എയർ സ്ട്രൈക്ക് നടത്തി 82 തീവ്രവാദികളെ വധിച്ചിരിക്കുകയാണ്. നല്ല കാര്യമാണ്, വളരെ നന്നായി. ഇനിയും കൂടുതൽ ഇങ്ങനെ പൊങ്കാലകൾ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കും. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് സുഡാനിൽ അവിടെ ഒരു സിവിൽ വാർ എന്ന് പറയാം. സിവിൽ വാറിനല്ല, അവിടെയും ഒരു തീവ്രവാദ സംഘടന തന്നെയാണ് ഈ ഒരു വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലുപരിയായിട്ട് നമ്മൾ പറയാനെന്ന് വെച്ചാൽ ഇപ്പൊ 2 വർഷത്തിന് ശേഷം സുഡാൻ ആർമി സുഡാൻ ആർമി ഈ ഒരു റിബൽസിനെതിരെ അവിടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് 2 വർഷമായിട്ട്. അവിടുത്തെ ഒരുപാട് ആൾക്കാരൊക്കെ യു എ ആണ് അവരെയൊക്കെ സംരക്ഷിക്കുന്നത്. അതായത് ഈ ഒരു സുഡാൻ നാഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ 1 ഇയർ ടെമ്പററി വിസയൊക്കെ കൊടുത്ത് അവർ ഒരുപാട് ചാരിറ്റി സഹായങ്ങളൊക്കെ യു എ ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള അറബ് രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മെയിൻലി യു എ ആണ് സുഡാനിലെ കംപ്ലീറ്റ് കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ഈ ഒരു അരക്ഷിതാവസ്ഥ അത് തന്നെയാണ് അതിന്റെ കാരണം. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ആ ജനങ്ങൾ ആ രീതിയിലാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ഇപ്പൊ അവർ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു മുന്നേറ്റം, ഇതൊരു പോസിറ്റീവ് മൂവ് ആയിട്ട് തന്നെ കാണാം. അപ്പൊ സുഡാനിൽ ഏറെക്കുറെ കാര്യങ്ങൾ കുറച്ച് നോർമലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഈ ഒരു റിബൽസ് കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ അവിടെ അവർ ഖാത്തൂം എന്ന് പറഞ്ഞ ഒരു റിപ്പബ്ലിക്കൻ പാലസ്, അതാണ് അവരുടെ ഭരണശിരാ കേന്ദ്രം. അപ്പൊ ആ ഒരു സ്ഥലം അവർ കൈക്കലാക്കിയിരിക്കുകയാണെന്ന്. 2 വർഷത്തിന് ശേഷമാണ് ഈ ഒരു പാലസ് ഈ സുഡാൻ ആർമിക്ക് കൈപ്പറ്റാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഗുഡ് സൈൻ ആണ്. ഇറാനെതിരെ അമേരിക്ക 19 വെസൽസ്, ഓയിൽ വെസൽസ് ഡീൽ ചെയ്യുന്ന കമ്പനികൾക്ക് സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. 19 പുതിയ കമ്പനികൾക്ക്. അതായത് ഈ സാങ്ഷൻസ് കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറയാം. സാങ്ഷൻസ് കൊണ്ടുവരുമ്പോൾ ഇപ്പം നമ്മളൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ കമ്പനിയുടെ കീഴിൽ ഒരു 4, 5, 8, 10 വെസൽസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടെന്ന് വെച്ചോ. അപ്പൊ ഈ വെസൽസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു എണ്ണ ഇപ്പം ഇല്ലീഗലി, അതായത് ഈ ഇറാനിൽ നിന്ന് എണ്ണ എടുക്കാൻ പാടില്ല. അപ്പൊ ഈ വെസൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു എണ്ണ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഇറാന്റെ സൈഡിൽ നിന്ന് അവർക്ക് പെർമനന്റ് ആയിട്ട് ഇറാന്റെ സൈഡിൽ നിന്ന് ഇറാന്റേതായിട്ടുള്ള ചില വെസൽസുകളുണ്ട്. അവർ പെർമനന്റ് ആയിട്ട് ആ ഒരു വെസലിലാണ് ഓയിൽ കൊണ്ടുവന്ന് കടലിന്റെ നടുക്ക് വെച്ചിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് മറ്റുള്ള ഷിപ്പുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ മറ്റുള്ള ടാങ്കറുകൾ ഈ ഒരു നടുക്കടലിൽ വെച്ചിട്ട് മറ്റുള്ള ടാങ്കറുകളിലേക്ക് കൈമാറുന്ന ആ ഒരു മീഡിയേഷൻ ചെയ്യുന്ന ടാങ്കറുകൾ ഉണ്ടല്ലോ, ആ ടാങ്കർ കമ്പനികൾക്കെല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു 19 കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സാങ്ഷൻ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്, അവർ പുതിയൊരു കമ്പനി ഇടും. പുതിയൊരു കമ്പനി ഇട്ടിട്ട് ഈ ഷിപ്പുകളെയൊക്കെ അവിടെ കോൺട്രാക്ട്, ഈ ഒരു ഷിപ്പുകളെല്ലാം ഈ ഒരു വെസൽസിനെല്ലാം അവർ കോൺട്രാക്ട് ബേസിസിൽ അങ്ങോട്ട് സെയിൽ ചെയ്യും. അപ്പോൾ പുതിയ കമ്പനിയായി, പുതിയ സെയിലിംഗ് ആയി, പുതിയ ഓണർഷിപ്പും. അപ്പൊ ആ കമ്പനിക്ക് സാങ്ഷൻ ഇല്ലല്ലോ. ഇതാണ് സംഭവം. ഈ രീതിയിൽ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ 19 പേരെ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ 19 കമ്പനികൾ രൂപപ്പെട്ട് വീണ്ടും 1, 2, 3, 4 കമ്പനികൾ രൂപപ്പെടും. ഈ ഒരു വെസൽസ് എല്ലാം ആ ഒരു കമ്പനിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് അവിടെ കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കും. ഈ വക പുതിയ കമ്പനികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഏതെങ്കിലും ഫ്രീ വില്ലുള്ള രാജ്യങ്ങളുടെ പേരിലായിരിക്കും ഈ വെസലിന്റെ കമ്പനികളൊക്കെ ഉണ്ടാകുക എന്നുള്ളത്. ശരിക്കും ഈ ഒരു ഇറാനെ മാത്രമല്ല, യൂറോപ്പില് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിനെ നല്ല രീതിയിൽ അരിച്ചു പറക്കി കഴിഞ്ഞാൽ തന്നെ ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കംപ്ലീറ്റ് വെസൽ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി വെസൽ കമ്പനികൾ ഡീൽ ചെയ്യുന്നത് ഈ സ്കാൻഡിനേവിയൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ അണ്ടറിലായിരിക്കും. ട്രംപ് ഈ യൂറോപ്യൻസിനെതിരെ എടുക്കുന്ന ഈ ഒരു നിലപാട് വളരെ വളരെ ശരിയാണെന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് യൂറോപ്യൻ യൂണിയനിന്റെ പെരുമാറ്റം. അപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം തന്നെ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.